ഈസി മണി ഓർ റൈറ്റ് മണി ചോദിച്ചാൽ ഞാൻ റൈറ്റ് മണി പറയും. ഈസി മണി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണ പൈസ. ഓക്കെ, റൈറ്റ് മണി എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് വേയിൽ പോയിട്ട് ഉണ്ടാക്കുന്ന പൈസ. അത് എൻ്റെ ലൈഫിൽ എനിക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഒരു ഷോപ്പ് നമുക്ക് ഇഷ്ടം പോലെ വർക്ക് തരാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചുരിദാർ പോലെ ചെയ്യുക. അത് നമ്മൾ രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ അല്ല, നമ്മുടെ GST വരുന്നതിന് മുന്നേ വാറ്റുള്ള സമയത്ത് അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാതെ ചെയ്തു തരികയാണെങ്കിൽ റൈറ്റ് വേയിലുള്ള ബില്ലില്ലാതെ അഡ്വാൻസ് ആയിട്ടും അതുപോലെ ആദ്യം പൈസ തരാം, അതുപോലെ ഇഷ്ടം പോലെ വർക്കും തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ചിന്തിച്ചപ്പോൾ അതൊരു റൈറ്റ് വേ ആയിരുന്നില്ല. എനിക്ക് പൊതുവേ അങ്ങനെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. റിസ്ക് എടുക്കും ഞാൻ, ബട്ട് ഇൻ ദ റൈറ്റ് വേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട. അങ്ങനൊരു അതൊരു ഈസി വേ ഓഫ് മേക്കിംഗ് മണിയാണ്. അത് നമുക്ക് അത്ര കാലം പോവില്ല, അതിന് നിലനിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരാണെന്നുണ്ടെങ്കിലും നമ്മളൊരു പൈസ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു റൈറ്റ് വേയിൽ പോവുക. അത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് എന്നുള്ള രീതിയിലല്ല, സ്മാർട്ട് വർക്ക് ചെയ്തിട്ടാണെങ്കിലും റൈറ്റ് രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷെ അതൊരു ഈസി മണി ഉള്ള രീതിയിൽ പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നിലനിൽക്കില്ല. അപ്പം ഇനി ഈസി മണി ചൂസ് ചെയ്യുന്നവരാണെങ്കിലും ഒന്ന് ആലോചിക്കുക, ഇത് എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുക.